സത്യം പറയാലോ, ഇവരൊക്കെ എന്നെക്കുറിച്ച് ഇങ്ങനെ പറയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ ഇവർക്ക് എന്ത് തെറ്റാണ് ഞാൻ ഇവരോട് ചെയ്തതെന്നുള്ളത് അറിയില്ല. ഒരുപാട് പേര് കേൾക്കാൻ ആഗ്രഹിച്ചത്, കാരണം ഒരുപാട് യൂട്യൂബേഴ്സ് എന്നെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, അവർക്കൊക്കെ ഉള്ള ഒരു വീഡിയോ ആണിത്. ഇവരൊക്കെയാണ് എന്നെക്കുറിച്ച് ഇത്രയും ഞാൻ ചെയ്തു ചില കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്ത കാര്യങ്ങളാണ്. പക്ഷെ അവരൊക്കെ എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അപ്പോൾ ഇനിയും കുറേ ആൾക്കാരുണ്ട്, പക്ഷെ എനിക്ക് സമയമില്ല ഇവരൊക്കെ ഈ വാക്കുകളൊക്കെ കേൾക്കാൻ വേണ്ടി. എനിക്ക് ഇനിയും സമയമില്ല. ഈ യൂട്യൂബിന്റെ ടൈം ഇങ്ങനെ കൂടി പോകുന്ന കാരണം ഞാൻ കുറച്ച് പേരുടെ കുറച്ച് വോയിസ് ക്ലിപ്പുകൾ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ട്, യൂട്യൂബർമാരുണ്ടല്ലോ എന്നെക്കുറിച്ച് മോശമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന, നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്തയാണ് ഞാൻ ഈ വീഡിയോ ഈ വോയിസ് ക്ലിപ്പിലൂടെ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ആക്ച്വലി ഞാനും റഷ്യയിലേക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം ഇത് കണക്ക് യൂട്യൂബിൽ ഈ ജാസ്ബ്രോയുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ്. പക്ഷേ ആദ്യം ഞാൻ കൊടുത്തിരുന്ന സമയത്തായാലും ആ സമയത്ത് കുറേ ആൾക്കാർ ജാസ്ബ്രോയ്ക്കെതിരെയും വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ടോട്ടലി എനിക്ക് മൊത്തത്തിൽ കൺഫ്യൂഷനും കാര്യങ്ങളെല്ലാം ആയായിരുന്നു. പിന്നെ ജാസ്ബ്രോയോട് ഞാൻ ഇതേ കാര്യങ്ങൾ ഡയറക്റ്റായിട്ട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്, നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ. അപ്പോൾ പുള്ളിയുടെ ഡോക്യുമെൻ്റ് ആയാലും കാര്യങ്ങളായാലും എല്ലാം പ്രോപ്പറായിട്ട് പറയുന്നു, കാണിക്കുന്നു, നമുക്ക് വ്യക്തമായിട്ട് അയച്ചു തരുന്നുണ്ട്. അതിലൊന്നും ഒരു ഒളിയും മറയൊന്നും വെക്കുന്നില്ല. പുള്ളിയോട് നമ്മൾ എന്ത് കാര്യം ചോദിച്ചാലും പുള്ളി അതിനുള്ള റെസ്പോൺസ് തരുന്നുണ്ട്. പുള്ളിയുടെ ഡോക്യുമെൻ്റ് ആയാലും പുള്ളിയുടെ പ്രൊഫൈല് പക്കാ ജെനുവിൻ ആണോ എന്നുള്ളതെല്ലാം നമുക്ക് തെളിയിച്ചു തന്ന്. പിന്നെ പുള്ളിയുടെ കാര്യങ്ങളായാലും പുള്ളി പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രശ്നവും വരത്തില്ല, നിങ്ങളെ ഇങ്ങനെ കൊണ്ടുവന്ന് പിടിക്കത്തുമില്ല. അങ്ങനെ ആയാൽ പുള്ളി അതിന് പുള്ളിയുടെ ഈ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ള രീതിയിലൊന്നും തോന്നിയില്ല. പിന്നെ ബാക്കിയുള്ളവർ പറയുന്നത് കേട്ടപ്പോൾ നമുക്കും ആദ്യം ഒരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പുള്ളിയുടെ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു, കാണിച്ചു തന്നു. പുള്ളി കൊണ്ടുവന്നിട്ടുള്ള ആൾക്കാരെ ആയാലും എല്ലാവരും നല്ല രീതിക്ക് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഇജാസ് ബ്രോയുടെ അടുത്ത് ചെയ്യുന്നത്. പിന്നെ അത് നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു, പലരും കുറേ ആൾക്കാർ പുള്ളിക്കെതിരെ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. പക്ഷെ അതൊക്കെ ഇപ്പോഴും അവരൊക്കെ എങ്ങനെയാണെന്നോ എന്താണെന്നോ നമുക്ക് കറക്റ്റ് അറിയില്ല. പക്ഷെ നമ്മളെ കൊണ്ടുവന്നത് ഇജാസ് ബ്രോയാണ്. നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഹലോ, ഞാനും ഇജാസ് ബൈ യൂട്യൂബിൽ കണ്ടിട്ട് അങ്ങനെ വന്നാണ്, അറിയാത്ത ആളായിരുന്നു ഞാൻ. വന്ന് കാര്യങ്ങളൊക്കെ കൊടുത്ത് പേപ്പറൊക്കെ കറക്റ്റ് ടൈം വന്ന് ഇവിടെ എത്തി, റൂമൊക്കെ റെഡിയാക്കി, ആൾ വന്ന് പിക്ക് ചെയ്ത് അടിപൊളിയായിരുന്നു. പിന്നെ വിചാരിച്ച നല്ല ശമ്പളമുള്ള ജോലിയും റെഡിയാക്കി. അതായത് ഇജാസിനോട് അതിൻ്റെ ഒരു നന്ദി ഉണ്ട്. ശരി. ഞാൻ ഇജാസ് ബ്രോ വഴി വന്നതാണ്. ഇപ്പോൾ ഏകദേശം 6 മാസമായി ഇവിടെ വർക്ക് ചെയ്യുന്നു. ഇജാസ് ബ്രോ പറഞ്ഞ പോലെ പ്രോപ്പറായ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ, മെഡിക്കൽ കാര്യങ്ങളെല്ലാം എല്ലാം നല്ല രീതിയിൽ ചെയ്തു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എയർപോർട്ട് പിക്കിങ്ങും വന്നിട്ട് പണിക്ക് കയറ്റുന്നതാണെങ്കിലും എല്ലാം നല്ല രീതിയിൽ ചെയ്തു തന്നിട്ടുണ്ട്. ഹലോ, ഞാൻ ഇജാസ് ബ്രോ വഴി റഷ്യയിൽ 3 വർഷത്തെ വിസയിൽ വന്നതാണ്. എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇജാസ് ബ്രോ ചെയ്തു തരാനൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. എനിക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാ കാര്യങ്ങളും എൻ്റെ ഓക്കെ ആയിരുന്നു, എല്ലാ കാര്യങ്ങളും. നമസ്കാരം, എൻ്റെ ഒരു ബിൻ. ഞാൻ ഇജാസ് വന്നാണ്. ഇജാസ് വഴി എന്ന് പറഞ്ഞാൽ ഞാൻ ഇജാസിൻ്റെ യൂട്യൂബ് വീഡിയോ ഞങ്ങളിപ്പോൾ ഏകദേശം ഇവിടെ ഞങ്ങൾ കമ്പനിയിൽ ഒരു ഏകദേശം ഒരു 10 ആളോളം ഇജാസിൻ്റെ ഒക്കെ ആയിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 6 മാസം കഴിഞ്ഞു. ഞാൻ വന്ന് ഒരാഴ്ച 10 ദിവസത്തിനുള്ളിൽ മെഡിക്കൽ കഴിഞ്ഞ ശേഷം പിന്നെ ഞങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ കമ്പനിയുടെ ഇത് ശരിയായി. കമ്പനിയിൽ നിന്ന് മെഡിക്കൽ ഉണ്ട്, അത് ശരിയായി. ഞങ്ങൾ ജോലിക്ക് കയറിയിട്ട് ഇപ്പോൾ 6 മാസമായി. 6 മാസം കണ്ടിന്യൂസ് അതേ കമ്പനിയിൽ വർക്ക് ചെയ്യണം. ഞങ്ങൾക്ക് സാലറി കാര്യങ്ങളൊക്കെ കറക്റ്റ് ഡേറ്റിൽ ഞങ്ങൾക്ക് സാലറി കിട്ടുന്നുണ്ട്. അത് ഒരുപോലെ ഞങ്ങൾക്ക് ഇതുവരെ കുറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ പറയണേ, ഞങ്ങൾ 8-10 ആൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇജാസ് വഴി വന്നിട്ട്. പിന്നെ ഇജാസിനോട് ഞങ്ങൾക്ക് ഹെൽപ്പ് മാത്രമേ ഉള്ളൂ. എന്താവശ്യം വിളിച്ചാലും ഇജാസ് ഫോൺ എടുത്ത് സംസാരിക്കും. നമുക്കിപ്പോൾ റൂം ആണെങ്കിലോ നമുക്കിപ്പോൾ ഒരു ലൊക്കേഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നതോ എല്ലാം ഇജാസ് തന്നെയാണ്. ഇപ്പോഴും ഇജാസ് തന്നെയാണ് കണ്ടിന്യൂസ് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു ഏജന്റുമാർ ഞാൻ മുമ്പ് വേറെ രാജ്യത്തൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള അവിടുന്ന് ഏജന്റുമാർ നമുക്ക് ജോലിക്കാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ പിടുത്തം കഴിഞ്ഞു. പക്ഷെ ഇതങ്ങനെയൊന്നുമില്ല. ഇജാസ് നമുക്ക് എപ്പോൾ വിളിച്ചാലും ഹെൽപ്പാണ്. ഞങ്ങൾ ഓക്കെയാണ്. ഞങ്ങൾ പോയിട്ടുള്ളത് ഏകദേശം ഒരു 10 ആൾക്കാർ ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഞങ്ങൾക്കൊന്നും ഒരു പ്രശ്നങ്ങളും ഇല്ല. എന്തായാലും ഞാൻ ഇജാസ് ഭായി മുഖേനയാണ് വന്നേക്കണത്. പുള്ളിയാണ് വിസയുടെ പ്രോസസ്സിങ് എല്ലാം ചെയ്തു തന്നത്. 3 വർഷത്തെ വെക്കേസ് വിഷയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ 1.5 വർഷമായി ആയിക്കൊണ്ടിരിക്കുന്നു. നല്ല രീതിയിൽ
ഇവിടെ പോയിക്കൊണ്ടിരിക്കണം. എനിക്ക് ഇതുവരെയായിട്ട് ഒരു പ്രശ്നങ്ങളോ യാതൊരുവിധ കുഴപ്പങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ 3-4 കമ്പനികളിൽ വർക്ക് ചെയ്ത് നല്ല രീതിയിൽ പോകുന്നു. എനിക്കൊരു പ്രശ്നവുമില്ല. ഞാൻ ഇജാസ് ബ്രോൻ്റെ കെയർ ഓഫിൽ വന്നതായിരുന്നു. ഇജാസ് ബ്രോ പറഞ്ഞ പോലെ ജോബും റൂമും മെഡിക്കലും ഇവിടെ വന്ന ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇജാസ് എനിക്ക് ചെയ്തിരുന്നു. ഞാനിപ്പോൾ അവിടെ വന്നിട്ട് 2 വീക്കായി. എല്ലാ കാര്യങ്ങളും ഇജാസ് എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഇപ്പോൾ അതൊരു ജോബിനും കിട്ടി തന്നു. ഇവിടെ വന്ന് നല്ല ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞ സാലറിയും കിട്ടും. എല്ലാം ഓക്കെയാണ്, കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. ഇജാസ് വഴിയാണ് റഷ്യയിലെത്തിയത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു 7 മാസമായി റഷ്യയിലുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും വളരെ കൃത്യസമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ അത്യാവശ്യം സാലറിയോടുകൂടി ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇജാസ് പ്രോ വഴി വന്നതാണ് റഷ്യയിലേക്ക്. 3 ഇയർ വിസയിൽ വന്നതാണ്. ഇപ്പോൾ ഇവിടെ കുഴപ്പമൊന്നുമില്ല. ആള് പറഞ്ഞ പോലെ എല്ലാം ചെയ്തിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇജാസ് വഴി റഷ്യയിലേക്ക് വന്നതാണ്. ഞാൻ ഇപ്പോൾ വന്നിട്ട് കുറച്ചായി. ഇപ്പം എനിക്ക് ഇജാസ് ഭായി പറഞ്ഞ എല്ലാ സെറ്റപ്പും ഇവിടെ ഉണ്ട്. കമ്പനി റൂമുണ്ട്, കമ്പനി 1 ടൈം ഫുഡ് ഉണ്ട്. അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല. എനിക്ക് റാഹത്താണ്, സുഖമാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇവിടെ. ഞാൻ ഇജാസ് പ്രോ വഴിയാണ് വന്നത്. 3 കൊല്ലത്തെ വർക്ക് വിസയാണ്. കുഴപ്പമൊന്നുമില്ല. ആള് റൂമും ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. വർക്കൊക്കെ സെറ്റാണ്, വേറെ സീനൊന്നുമില്ല. ഹലോ, ഞാൻ വന്ന ഈ ഇജാസ് പ്രോൻ്റെ കെയർ ഓഫിലാണ്. 3 വർഷത്തെ വർക്ക് ചെയ്യുന്നു, കുഴപ്പമൊന്നുമില്ല. ഇജാസ് പ്രോ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. മെഡിക്കലും കാര്യങ്ങളും പേപ്പർ വർക്കാണെങ്കിലും മറ്റു കാര്യങ്ങളും, പിന്നെ അതേപോലെ നമ്മളെ ജോലിക്ക് കയറ്റി തന്നു. കുഴപ്പമൊന്നുമില്ല. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാലറിയൊക്കെ ഉള്ള നല്ല ജോലിയാണ്. ഞാൻ ഇജാസ് പ്രോ വഴിയാണ് റഷ്യയിലേക്ക് വന്നത്. ഇജാസ് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് പ്രോപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. എയർപോർട്ട് പിക്കപ്പ് മുതൽ റൂം കൊണ്ടാക്കലും മെഡിക്കലും കാര്യങ്ങളും ഇവിടുത്തെ എല്ലാ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. രജിസ്ട്രേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. കംപ്ലീറ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് എനിക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. എന്റെ ജോലിക്കാക്കി തരുന്ന ജോലിക്കാക്കി തന്നിട്ടുണ്ട്. മാന്യമായ ശമ്പളം, പെർ ഡേ 3000 രൂപ വെച്ചിട്ടുള്ള ശമ്പളം എനിക്ക് അതിന് കിട്ടുന്നുണ്ട്. എനിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, റാഹത്താണ്. ഞാൻ ഇപ്പോൾ വന്നിട്ട് 2 മാസം ആവാനായി. സെറ്റാണ്. നമ്മളെ കൂടെ വന്ന എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്, ഉഷാറാണ്. വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. എന്നെ കള്ളനായിട്ടും അതുപോലെ തന്നെ പിടികിട്ട പുള്ളിയായിട്ടും കോടികൾ പറ്റിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിട്ടും എന്നെ ചിത്രീകരിക്കുന്ന ചില ആളുകളുണ്ട് യൂട്യൂബിൻ്റെ മുമ്പിൽ വന്നിട്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഈ ഒരു വോയിസ് ക്ലിപ്പ് നിങ്ങളുടെ മുമ്പിൽ പ്ലേ ചെയ്ത് കേൾപ്പിച്ചത്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കള്ളന്മാരെ വിശ്വസിക്കുന്നതിന് മുമ്പിലായിട്ട് ഇവൻ്റെ കയ്യിൽ നിന്നുള്ള പക്ക ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കളക്ട് ചെയ്യുക. ഇവൻ ഡോക്യുമെൻറ്റേഷൻ നിങ്ങൾക്ക് തന്നില്ലെങ്കിൽ മനസ്സിലായിക്കോ ഇവൻ കള്ളൻ കഞ്ഞി വെച്ചതാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലായിക്കോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.